ശാന്തമായിരിക്കുന്ന പ്രകൃതത്തിലേക്ക് ചിന്തിക്കാതടുപ്പിക്കുന്ന വസ്തുക്കൾ കൊണ്ടാണ് പലപ്പോഴും അപകടങ്ങൾ വരുത്തി വെക്കുന്ന ബന്ധങ്ങളുണ്ടാകും. ചിന്തിക്കുന്നവനാണെങ്കിൽ ഒരു കാര്യം മുമ്പിലെത്തുമ്പോൾ അത് കാലം, ദേശം, വ്യയാഗമങ്ങൾ, ഞാൻ, എൻ്റെ ശക്തി, ആവശ്യം, ഇവയൊക്കെ അപഗ്രഥിക്കും. എന്നിട്ട് അതിനനുഗുണമായി ആ കർമ്മത്തെ ചെയ്ത് തീർക്കുകയോ തീർക്കാതിരിക്കുകയോ ചെയ്യും. പ്രാചീന കാലത്ത് മനുഷ്യനുണ്ടായിരുന്നത് ഈ ഒരു വൈഭവമാണ്. ഇന്ന് മനുഷ്യനുള്ളത് ചങ്ങലക്കിട്ടതുപോലെ അവനെ വലയ്ക്കുന്ന തൃഷ്ണ മാത്രമാണ്. ഒരാഗ്രഹം കയറി പിടിച്ചാൽ സ്വന്തം ശരീരത്തെ, സ്വന്തം നിലയെ, സ്വന്തം സാമ്പത്തിക ശേഷിയെ ഒന്നും ഇന്ന് നോക്കുകയില്ല. തൃഷ്ണാദന്തുരമാണ് ജീവിതം. അതുകൊണ്ട് സംഘർഷം വളരെ കൂടുതലാണ്. തൃഷ്ണകൾ പരസ്പര വിരുദ്ധങ്ങളാണ് ഒരു വീട്ടിൽ പോലും. പഴയ കാലത്തൊരു അഭിപ്രായമാണ് ഒരാൾ മുമ്പിൽ വയ്ക്കുന്നത്, ആഗ്രഹമല്ല. ധനം പൊതുവിലുള്ളതാണ്. ജോലി ചെയ്യുന്നത് ഭർത്താവ് മാത്രം. പക്ഷെ അദ്ദേഹത്തിൻ്റെ ധനം അദ്ദേഹത്തിൻ്റെതാണ് എന്ന അഭിമാനമില്ല. അത് കുടുംബത്തിൻ്റെതാണ്. അവിടെ കൊണ്ടുവയ്ക്കുന്നു. കുട്ടിക്കാലത്താണെങ്കിൽ അമ്മയെ ഏൽപ്പിക്കുന്നു. 90% സ്ത്രീകളാണ് പണം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതാകട്ടെ അവരധ്വാനിച്ചതല്ലാത്തതുകൊണ്ട് അഹങ്കാരമില്ല, മമതയില്ല, അതിലഭിമാനമില്ല. ആവശ്യം മാത്രമാണ് അതിനെ സാധൂകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൊണ്ടുപോയി കൊടുത്ത പണം അവിടെ വയ്ക്കുന്നു. എന്തെങ്കിലും ആവശ്യങ്ങൾ സൂക്ഷിച്ചു വെച്ചുണ്ടായാൽ അത് താൻ ഒറ്റയ്ക്ക് ചെയ്യില്ല. എൻ്റെ ആഗ്രഹം നടപ്പാക്കുന്നതിന് വേണ്ടി ഞാൻ ആ പണമൊന്നും എടുത്ത് ഉപയോഗിക്കില്ല. ഒരാവശ്യം അത് എൻ്റേത് എന്നുള്ളതിനേക്കാളേറെ വീടിൻ്റെ ആവശ്യമാണ് എന്ന് തോന്നിയാൽ അവസരോചിതമായി വേറൊരു മോഹത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നതിനെ അനുകൂലിച്ചാൽ നഷ്ടമാണ്. വേറൊരു മോഹത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നത് ആവശ്യമാണെങ്കിൽ അതിനെ എതിർത്താൽ നഷ്ടമാണ്. അതിനാണ് സ്ത്രീ ആഹാരമൊക്കെ കൊടുത്ത് മറ്റ് ചിന്തകളൊന്നും ഇല്ലാതാക്കി അച്ഛനെ, അമ്മയെ, സഹോദരങ്ങളെ, കുട്ടികളെ, തന്നെ ഒക്കെ പറ്റിയുള്ള ചിന്തകളില്ലാതായി തൻ്റെ ഏകാന്തതയിലിരിക്കുന്ന അവസരം നോക്കി മെല്ലെ ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന് മുഖവരയോടെ ഇന്ന പോലൊരു കാര്യമുണ്ട്, ഇത്ര ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, അതിൽ നിന്നെടുത്ത് അത് നമുക്ക് നടപ്പാക്കണോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞാൽ സമ്മതമായി, ചെയ്യാം എന്ന് പറഞ്ഞാലും സമ്മതമായി. കാരണം അത് സൂക്ഷ്മമായി വരുന്നതാണ്, അത് സത്യത്തോട് ചേർന്നിരിക്കുന്നതാണ്. ഇങ്ങനെയാണ് പഴയ ആളുകൾ ജീവിച്ചത്. ഇന്ന് രണ്ടുപേരും പണമുള്ളിടത്താണ്, സ്വാതന്ത്ര്യമുള്ളിടത്താണ്, ജീവിക്കുന്നത് ആഗ്രഹങ്ങൾ നിറവേറ്റാനാണ്. എൻ്റെ തൃഷ്ണയാണിത്. നഷ്ടം വന്നാൽ ഞാനങ്ങ് സഹിച്ചു.
ഞാൻ ഉണ്ടാക്കിയതാണ്, എന്നോടാരും ചോദിക്കാൻ വരാനില്ല. ഞാനിത് ചെയ്യും. ഒന്ന് നിന്നേ, അത് ഒന്നുകൂടൊന്നാലും എനിക്ക് ആലോചിക്കാനില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇനി ഇതും പറഞ്ഞ് എൻ്റെ അടുക്ക ഒന്നുണ്ടല്ലോ. Am I right? ഞാനേ കുറച്ച് ബുദ്ധിമുട്ടിയപ്പം എൻ്റെ ഒരു ആഗ്രഹം നടപ്പാക്കാൻ വേണ്ടി 10 പ്രാവശ്യം നിങ്ങളുടെ പുറകെ നടന്നു. എൻ്റെ അച്ഛനോട് പറഞ്ഞു, നിങ്ങൾ പുരുഷന്മാരെല്ലാം ശത്രുക്കളാണ്, നിങ്ങൾ ഏതെങ്കിലും ഒരുത്തും സഹായിച്ചോ. ഞാൻ അവസാനം ഫോണിൽ നിന്നുള്ള എൻ്റെ സഹോദരനെ വിളിച്ചും പറഞ്ഞു, അവന് ഇന്ന് എനിക്ക് ജോലിയുണ്ട്, എൻ്റെ കാശാണ് എടുക്കുന്നത്. ആദ്യം ഞാൻ എൻ്റെ ആഗ്രഹം നിറവേറ്റും. എന്താ ചോദിക്കാൻ? അങ്ങനെയാണ് ഈ ഇരിക്കുന്ന പെൺപിള്ളേരെല്ലാം നിൽക്കുന്നത്. എന്നിട്ടാണ് ലോകത്ത് ശാന്തി, സമാധാനം. അതുകൊണ്ട് വിദ്യാഭ്യാസമുള്ള ഈ കന്നുകാലികളെയാണ് പശു എന്ന് പറഞ്ഞത്. ദേഷ്യം വരുന്നുണ്ടാവൂലേ? നാണം വരുന്നുണ്ടല്ലേ? അതുണ്ടായെങ്കിൽ രക്ഷപ്പെട്ടനെ. ഞാൻ പറഞ്ഞത് ശരിയുണ്ട്. കാരണം അവിടെ തൃഷ്ണയാണ് ചങ്ങലക്കിട്ടിരിക്കുന്നത്. ആ ചങ്ങല പ്രയോഗവും തൃഷ്ണയും ഒക്കെ വരുമ്പോൾ ഭ്രാന്തി, അതുകൊണ്ടാണല്ലോ ചങ്ങലക്കിടുന്നത്. മനസ്സിലായില്ല? ഒരുതരം ഭ്രാന്താണ്. ഈ ചങ്ങല തൃഷ്ണ കൊണ്ടുള്ളതായതുകൊണ്ട് അതിനോടുള്ള മമത കാരണം പൊട്ടിച്ചെറിയാൻ പ്രയാസമാണ്. ഇനി പതുക്കെ കഴുത്തേലും തപ്പി നോക്കി, സ്വർണ്ണവർണ്ണത്തിലും ചുമന്നുമൊക്കെ എത്ര ചങ്ങല കിടപ്പുണ്ടത്. പൊട്ടിക്കാൻ പറ്റുമോ? വട്ടച്ചങ്ങല എത്ര എണ്ണത്തിലാണ് ബന്ധിച്ചിട്ടിരിക്കുന്നത്. എപ്പോഴാണ് ഇതിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റുക? ചങ്ങല ഇല്ലാത്ത ആളുകൾ ഈ ചങ്ങലയെ പിടിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഇത് എവിടുന്നാണ് മേടിച്ചതെന്ന്. എനിക്കൂടെ ഒരു ചങ്ങല. ചങ്ങലക്കിട്ടവരെ കാണാൻ രസമാണല്ലേ? ചിരിക്കുന്ന ഇല്ല, ഞാൻ ഒരിക്കലും ചെയ്യില്ല. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഈ ലോകം ഇങ്ങനെ ചങ്ങലക്കിട്ട് നടക്കുന്നത് കാണാനാണ്. ജീവിതത്തിലെ ഏറ്റവും ആനന്ദമുള്ള കാഴ്ചയിലെന്ന് ഭ്രാന്തനെ കാണുന്നതാണ്. കാരണം അവൻ്റെ ദൃഷ്ടിയിൽ മറ്റവൻ ഭ്രാന്തനും ഇവൻ്റെ ദൃഷ്ടിയിൽ അവൻ ഭ്രാന്തനുമാണ്. മനസ്സിലായില്ല? ഭ്രാന്തുള്ളവൻ മറ്റവനെ വിളിക്കുന്നത് മുഴുക്കിറുക്കൻ എന്നാണ് വിളിക്കുക. അപ്പോൾ അത് കേട്ട് അവനെ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അവനീ ചിലപ്പോൾ കുട്ടികളെ പോലെ മലമൊക്കെ വാരുന്നതും ചിലപ്പോൾ അത് തിന്നുന്നതും ചിലപ്പം ഒഴിക്കുഴിയിൽ നിന്നെടുത്ത് തിന്നുന്നതും ഒക്കെയായിട്ട് ഇതൊക്കെ തിന്നിട്ട് ഇവൻ്റെ മോഹം കാരണമായി ഒരു രോഗവും വരാതെ അലഞ്ഞു നടക്കുന്നത് കാണുമ്പോൾ പറഞ്ഞാൽ മനസ്സിലായില്ല. ഇവൻ അഭിമാനത്തോടുകൂടി ചോദിക്കുന്നത്, ഞാൻ ഈ കൊള്ളിക്കരുതാഴിയൊക്കെ കാണിച്ചിട്ട് ഞാൻ സുഖമായി ജീവിക്കുന്നില്ല എന്നൊരു ചോദ്യം ചോദിക്കുന്നത് ഈ ദുഃഖത്തിൻ്റെ നടുക്ക് നിന്നുകൊണ്ടാണ്. അപ്പോൾ അത് മാറി നിന്ന് കാണുക എന്ന് പറഞ്ഞാൽ വളരെ നല്ല കാര്യമായതുകൊണ്ടും ലോകത്തെപ്പോഴും ഈ ഭ്രാന്തന്മാർ ഉണ്ടാകണമെന്നും ലോകം വേണമെന്നും ഉള്ളതുകൊണ്ട് ഞാൻ ആളുകളുടെ ഭ്രാന്ത് മാറ്റാൻ അത്ര ഇഷ്ടപ്പെടാറില്ല. പിന്നെ ആരെങ്കിലും അബദ്ധ വഴിക്ക് എനിക്ക് ഭ്രാന്ത് മാറണമെന്ന് പറഞ്ഞു വന്നെങ്കിൽ മാത്രമേ അതിന് വഴി ഇതാണെന്ന് പറയൂ. പറഞ്ഞാൽ മനസ്സിലായോന്നറിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറുകേലാത്ത തരത്തിൽ
ഭ്രാന്ത് അഭിമാനിക്കുന്ന ഒരുത്തൻ്റെ അടുക്കൽ ചെന്ന് ഭ്രാന്ത് മാറ്റാൻ ശ്രമിച്ച് അവൻ്റെ അഭിമാനവും എൻ്റെ അഭിമാനവും മാറ്റുമെന്നുള്ള എൻ്റെ അഭിമാനവും അവൻ്റെ മാറരുതെന്നുള്ള അഭിമാനവും തമ്മിൽ ഏറ്റുമുട്ടി കുറച്ച് കഴിഞ്ഞാൽ ഞാൻ അവൻ്റെ ശിഷ്യനായി ഭ്രാന്തനായി മാറും. അല്ലാതെ ഒരിക്കലും അവൻ മാറൂല. കാരണം മോഹം അത്രയും വലുതാണ്. മോഹിക്കുന്ന ജനതയെ ഒരിക്കലും നിർമോഹത്തിലേക്ക് നയിക്കരുത്. മോഹിക്കാൻ അവർക്ക് അനുവാദവും സ്വാതന്ത്ര്യവുമുണ്ട്. അവർ മോഹിക്കട്ടെ. ഒന്ന് മോഹിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലെങ്കിൽ പിന്നെ എന്ത് സ്വാതന്ത്ര്യമാണുള്ളത്? മോഹിക്കട്ടെ. കാരണം അവരുടെ അസ്വാതന്ത്ര്യത്തിലാണ് അവർ. അത്തരം ആളുകളെ മാറ്റുന്നതിനുള്ളൊരു വലിയ കരുണയൊന്നും എനിക്കില്ല. പറഞ്ഞാൽ മനസ്സിലായോ എന്നറിയില്ല. ഞാൻ മോഹിക്കാതിരിക്കാൻ ശ്രമിക്കുന്നത് എൻ്റെ കാര്യം. അതിങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് നമുക്കും ഇത് കൊള്ളാം എന്ന് തോന്നിയാൽ ഒരു ഔൺസ് പറഞ്ഞു തരുന്നതിന് വിരോധമൊന്നുമില്ല. അതിനപ്പുറം നിന്നെ ഞാൻ നന്നാക്കി കളയുമെന്ന് പറഞ്ഞിറങ്ങിയാൽ പെറ്റ തള്ളയും തന്തയും ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യത്തിനാണ് പിന്നെ നമ്മൾ ചാടിയിറങ്ങുന്നത്. അവസാനം ഏൻ ലച്ചിപ്പേൻ എന്ന് പറഞ്ഞ് പണ്ട് ചാടിയ ചാമാൻ്റെ മാതിരി ഉഴറി നടക്കേണ്ട ഗതികേട് വരും. അതുകൊണ്ട് ആ പണിക്കൊന്നുമില്ല. അങ്ങനെ ആരെങ്കിലും വ്യാമോഹിക്കരുത്. അങ്ങനൊരു മോഹവും വെക്കരുത്. ആ സ്വാമിയെ കണ്ടു, ഇനി സ്വാമി നമ്മുടെ കാര്യമൊക്കെ എടുത്തോളും, രക്ഷിച്ചോളും, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി നമസ്കരിച്ചാൽ മതി, പാദപൂജ ചെയ്താൽ മതി, കുറച്ച് ദക്ഷിണ കൊടുത്താൽ മതി. ഒരു രക്ഷയുണ്ടാവില്ല. അങ്ങനെ ഒരു അത്ഭുത ശക്തിയും എനിക്കില്ല. ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പല പ്രാവശ്യം പറഞ്ഞെങ്കിലും അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്നൊക്കെ വിചാരിച്ച് വല്ല പറ്റിയാൽ അത് നിങ്ങൾക്ക് പറ്റിയ പറ്റാണ്, എൻ്റെ അല്ല. കാര്യമുള്ളത് തുറന്നു പറയണ്ടേ? നിങ്ങൾ ഈ കാലഘട്ടത്തിലായതുകൊണ്ട് ഈ സ്വാമിമാരെയൊക്കെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ വിചാരിച്ചേക്കും. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ സ്വാമിയുടെ കീഴിലാണ്, സ്വാമിയുടെ ആകർഷണ വലയത്തിനുള്ളിലാണ്. എവിടെ പോയാലും സ്വാമി നോക്കിക്കോളും. എന്ത് കൊള്ളിക്കിരുതാഴിയെ കാണിച്ചാലും സ്വാമിയോട് പ്രാർത്ഥിച്ചിട്ട് ചെയ്യുകയാണ്. പറഞ്ഞാൽ മനസ്സിലായില്ല. അങ്ങനെയുള്ള ലൈസൻസ് ഒന്നും എൻ്റെ കയ്യിലില്ല. ശുദ്ധമായി നിങ്ങൾ ജീവിച്ചാൽ നിങ്ങളുടെ അന്ധകരണം വിശുദ്ധമാവും. നിങ്ങൾ പക്കാ ഹിന്ദുവാവും. അതനുസരിച്ച് നിങ്ങളുടെ അന്ധകരണ വിശുദ്ധിക്കനുസരിച്ച് തൃഷ്ണ വിട്ടു ചങ്ങല പൊട്ടും. ചങ്ങല പൊട്ടിയാൽ ഭിദ്യതേ ഹൃദയഗ്രന്ഥി, ഛിദ്യന്തേ സർവസംശയ, ക്ഷീയന്തേ ചാസ്യ കർമാണി, തസ്മിൻ ദൃഷ്ടേ പരാവരെ. ആ പരാവരയെ ദർശിക്കും. അതിന് നിങ്ങൾ ശ്രമിച്ചാലേ പൊട്ടുള്ളൂ. കാരണം ഈ ചങ്ങല ഉണ്ടാക്കിയത് നിങ്ങളാണ്, ഈ ചങ്ങല അണിഞ്ഞത് നിങ്ങളാണ്, ഈ ചങ്ങലയിൽ അഭിമാനിച്ചത് നിങ്ങളാണ്. പറഞ്ഞാൽ മനസ്സിലായോ എന്നറിയില്ല. പൊട്ടിക്കുന്നതിനുള്ള സൂത്രപ്പണി അത് ഗുരുക്കന്മാരുടെ കൃപ കൊണ്ട് കുറച്ചറിയാം. മുഴുവനറിയില്ല, കുറച്ചറിയാം. അത് മതിയാവും പൊട്ടിക്കാൻ. സ്വല്പം ശ്രമിച്ചാൽ പൊട്ടിക്കാൻ അത്രയൊക്കെ മതിയാവും. അത് കുറച്ചറിയാം. അതൊക്കെ പറഞ്ഞിരുന്നതിന് വിരോധമില്ല, പൊട്ടണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ. ഇത് കേട്ടിട്ട് ഇപ്പം തന്നെ ഇത് പൊട്ടിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞ് ചങ്ങലയെന്നൊക്കെ പൊട്ടി പുറത്ത് സ്വാതന്ത്ര്യമായി കളിക്കാനാണ് എനിക്ക് ആഗ്രഹം, പക്ഷേ എന്ന് പറഞ്ഞു വരരുത്. നിങ്ങളീ പലപ്പോഴും ആളുകളെ സമീപിക്കുന്നത് അങ്ങനെയാണ്. ഇതൊക്കെ പൊട്ടിക്കണം സ്വാമി, പക്ഷേ സ്വാമിയും കൂടെ ഈ ബന്ധത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്ന് ഇതങ്ങ് പൊട്ടിക്കും. ആ പണിയില്ല. കാരണം ഇത് നിങ്ങളുടേത് നിങ്ങൾ തന്നെ പൊട്ടിക്കും. അതിൻ്റെ സൂത്രപ്പണിയൊക്കെ ഇതാണ്. അതിൻ്റെ ബ്ലേഡിനടുത്ത് കിട്ടും. മനസ്സിലായില്ല? ഇന്ന പോലെയാണ് അറക്കേണ്ടത്, അതൊക്കെ പറഞ്ഞുതരാം. അതൊക്കെ വളരെ എളുപ്പമാണ്.
പക്ഷേ സ്വാമി ഇതൊന്ന് അറുത്തേരെന്ന് പറഞ്ഞ് അറക്കാൻ സ്വാമിജിയെ ഏൽപ്പിച്ചാൽ അറക്കുന്ന കൂടി ഒരു പിടുത്തം പിടിച്ചാൽ പിന്നെ അവിടെ അറപ്പ് നിർത്തി ബന്ധത്തിലായിത്തീരും. അതുകൊണ്ട് അതിനൊന്നും വരില്ല. അകലെ നിന്ന് കാണിച്ചു തരാം. കാരണം വളരെ അയിത്തവും അനാചാരവും ഒക്കെ ഉള്ള ആളാണ് ഞാൻ. പറഞ്ഞാൽ മനസ്സിലായോന്നറിയില്ല. എനിക്കിഷ്ടം ആ അയിത്തവും ശുദ്ധവും വൃത്തിയും അനാചാരവും ഒക്കെയാണ്. അതുകൊണ്ട് ഏതാ അയ്യോ വലിയ പാടാ. കാരണം ഇരുമ്പ് തുരുമ്പ് എന്നതേ കേട്ടിട്ടുള്ളൂ, സ്വർണം തുരുപ്പിക്കുന്നത് കേട്ടിട്ടില്ല. ഈ ചങ്ങല സ്വർണം കൊണ്ടാണ്. ഒരു മനസ്സമാനത്തിന് പൊട്ടിക്കാൻ പോകണ്ട, തുരുമ്പെടുത്ത് പോയാൽ. എന്നാലും ഇത് വിടാൻ പറ്റില്ല. അപ്പൊ നിനക്ക് കാര്യം പിടികിട്ടി തുടങ്ങി അല്ലേ? ഈ തൃഷ്ണ കടുകട്ടിയാണ്, അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ തൃഷ്ണയെ പൂർണ്ണമായും ഉച്ചാടനം ചെയ്യുക. സർവേഷാം ജന്തുജാതാനാം സംസാര വ്യവഹാരിണാം. അതിനകത്ത് ആ വിശേഷണം സംസാര വ്യവഹാരിണാം, വ്യവഹാരികളായ മനുഷ്യർക്ക്. വ്യവഹാരം ബാഹ്യമാണ്. ബാഹ്യ വ്യവഹാരങ്ങളാണ് ബന്ധം ഉണ്ടാക്കുന്നത്. യദൃച്ഛാലാഭ സന്തുഷ്ടിയില്ലാതെ വ്യവഹാരങ്ങളിലുള്ള സന്തുഷ്ടിയാണ് തൃഷ്ണയെ വർദ്ധിപ്പിക്കുന്നത്. വ്യവഹാരങ്ങളിലേക്ക് പോകുന്തോറുമാണ് തൃഷ്ണ ഈടുറ്റതാകുന്നതും അതിനനുസരിച്ച് അധർമ്മങ്ങൾ ഉണ്ടാകുന്നതും. ഞാൻ വലിയവനാണ് എന്ന് കുറേ ആളുകൾ എൻ്റെ ചുറ്റും നിന്ന് തോന്നി. ഇനി ഞാൻ എന്ത് ചെയ്താലും എനിക്ക് ചെറുതാകാനാവില്ല. അപ്പോഴാണ് എൻ്റെ കൂടെ നടന്ന ഒരുത്തൻ എൻ്റെ ഒരു കൊള്ളിക്കിരുതാഴിയെ കണ്ടെത്തുന്നത്. എനിക്ക് ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ, തൽക്കാലം അവനെ ഞാൻ കളയുക, ഇല്ലെങ്കിൽ ബാക്കിയുള്ളവർ ഇതറിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാവും. വ്യവഹാരത്തിൽ തൃഷ്ണ വരുമ്പോൾ ഹിംസ അനിവാര്യമായി വരും. വ്യവഹാരത്തിൽ തൃഷ്ണ വരുമ്പോൾ യാദൃച്ഛികമായ ബന്ധങ്ങൾ പലതും ഒഴിവാക്കേണ്ടി വരും. വ്യവഹാരത്തിൽ തൃഷ്ണ വരുമ്പോൾ ആവശ്യത്തിനനുസരിച്ചുള്ള വ്യവഹാര ബന്ധങ്ങൾ കൂട്ടേണ്ടി വരും. വ്യവഹാരത്തോട് തൃഷ്ണയുണ്ടാകുമ്പോൾ പലതും എൻ്റേതാണെന്ന മമത ഉണ്ടാക്കേണ്ടി വരും. അതിൽ അധർമ്മങ്ങളിലൂടെ നിഷ്ഠൂരമായി പോകുമ്പോഴൊന്നും ലോകത്തിന് യാതൊരു നഷ്ടവും വരില്ല. എൻ്റെ ആത്മവീര്യത്തിന് മാത്രമേ നഷ്ടം. മറ്റുള്ളവർക്കോ ലോകത്തിനോ ഒന്നും ഒരു നഷ്ടവും വരില്ല. പക്ഷെ ഞാനൊരു കാര്യം ചെയ്യും, മറ്റുള്ളവർക്ക് നഷ്ടം വരും എന്ന് വ്യവഹാര വഴിയിലൊരു ബന്ധം പിടിക്കും. കാരണം നിങ്ങൾ അഭിമാനിച്ചിട്ടുണ്ടാവും, നമ്മളെ പഠിപ്പിക്കുന്ന സ്വാമി, നമ്മുടെ സ്വാമി, നമ്മുടെ ജാതിയുടെ സ്വാമി, നമ്മുടെ മതത്തിൻ്റെ സ്വാമി. ശരിയല്ല. ഇങ്ങനെയുള്ള ബന്ധങ്ങളാണ് പഠിച്ച് ഞാൻ ഈടുവെപ്പിച്ചതെങ്കിൽ, നിങ്ങൾ വിളിച്ച് ഭിക്ഷയ്ക്ക് വിളിച്ചു, വീട്ടിൽ വന്നു ഇരുന്നു, നമ്മൾ രണ്ടും ഒരു ജാതിയാണ്, ആഹാരമൊക്കെ കഴിക്കുമ്പോൾ പറഞ്ഞു, അപ്പം മമത കുറച്ചുകൂടെ കൂടും. മനസ്സിലായില്ല. സ്വാമിയുടെ ജ്ഞാനം കൊണ്ടല്ല ഭക്തി ഉണ്ടാകുന്നത്. ഭക്തി ഉണ്ടാകുന്നത് എന്താ? സ്വാമി ജനിച്ചതും ഞാൻ ജനിച്ചതും ഒരേ ജാതിയിലാണ്. അതുകൊണ്ട് നമ്മുടെ ജാതി സ്വാമിയാണ്. മനസ്സിലായില്ല.
അപ്പോൾ ജാതിസ്വാമി ആയതുകൊണ്ട് സ്വാമിക്കൊരു കോട്ടം വന്നാൽ നമ്മുടെ ജാതിക്ക് കോട്ടമാണ്, വെറുതെ വിടാൻ പറ്റില്ല. സ്വാമി എവിടെയാ വീട്? തൃപ്പൂണിത്തുറയാണ്. നമ്മുടെ ഗ്രാമത്തിലാണല്ലേ. നമ്മുടെ നാട്ടുകാരനാണ്, വിടാൻ പറ്റില്ല. നമ്മുടെ നാട്ടുകാരനെ തൊട്ട് കളിച്ചാൽ അക്കളി, തീക്കളി സൂക്ഷിച്ചോ എന്ന് പറയണം. അപ്പം ദേശമായി. അപരിച്ഛിന്നമായ സച്ചിദാനന്ദരൂപമായ ആത്മാവിലുള്ള ഭാവം മാറിയിട്ട് ജാതിയായി, ദേശമായി, ഗോത്രമായി, വർണ്ണമായി, പലതരത്തിലുള്ള ബന്ധങ്ങൾ. ഈ ബന്ധങ്ങളിൽ നിങ്ങളും ഞാനും കൂടെ ഒന്നിച്ച് കേളിയാടുന്ന കേളികളെ ആധ്യാത്മികത എന്ന് പറയാനാവില്ല. നിങ്ങൾ അതുപോലെ പുലർത്തിയ ജാതിയിൽ നിന്ന് എന്നെ പരിചയപ്പെട്ടപ്പോൾ പുറത്തു വന്നോ? നിങ്ങളതുവരെ പുലർത്തിയിരുന്ന ദേശസങ്കല്പങ്ങളിൽ നിന്ന് പുറത്തു കിടന്നോ? കടന്നുവെങ്കിൽ അതറിവാണ്. തൃഷ്ണയ്ക്ക് പുറത്ത് കിടക്കുകയാണ്. തൃഷ്ണ ഉണ്ടാക്കുന്നത് ജന്മമുഹൂർത്തങ്ങളാണ്, തൃഷ്ണ ഉണ്ടാക്കുന്നത് ജാതി മുഹൂർത്തങ്ങളാണ്, തൃഷ്ണ ഉണ്ടാക്കുന്നത് ഗോത്ര സംസ്കാരങ്ങളാണ്, തൃഷ്ണ ഉണ്ടാക്കുന്നത് കാലവ്യവഹാരങ്ങളാണ്, തൃഷ്ണ ഉണ്ടാക്കുന്നത് അജ്ഞാനമാണ്. ആഗ്രഹം അല്ലെങ്കിൽ വരില്ല. സ്വന്തം വാസനകൾ, സ്വന്തം സാൽമ്യം വന്ന ഭാവങ്ങൾ ക്ലാസ്സിൽ വന്നിരിക്കുമ്പോൾ നോക്കിയറിയാം. അടുക്കിരുന്നു, സാൽമ്യം വരാത്ത ജാതിക്കാരനാണ് അടുത്തിരിക്കുന്നത്. അടുത്ത തവണ ഇവൻ എവിടെ ഇരിക്കുന്നു നോക്കിയിട്ട് വേറൊരിടത്ത് പോയിരിക്കും. മനസ്സിലായില്ല. സാൽമ്യമുള്ള ജാതിക്കാരനാണ് അടുത്തിരിക്കുന്നത്. പരസ്പരം ചോദിച്ചു ജാതിയൊക്കെ അറിഞ്ഞാൽ പിന്നെ എപ്പോഴും തൊട്ടുരുമ്മിയിരിക്കും. പിന്നെ ഇത് പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ജാതി കാഠിന്യം കൂടുകയാണ്. ശരിയല്ല? നീയും ഞാനും നമ്മുടെ സ്വപ്നങ്ങളും അല്ലേ? അപ്പം ഇതിങ്ങനെ രൂപപ്പെടുത്തി അടുക്കിയിരിക്കുന്നതൊക്കെ അതിനാണ്. അടുക്കിയിരിക്കുമ്പോൾ ചോദിക്കും എവിടെയാ വീട്. പിന്നെ വന്നു കഴിഞ്ഞാൽ തമ്മിൽ വർത്തമാനമൊക്കെ പറയും. പിന്നെ ഇതിൽ പരസ്പരം ഒരു പരിപാടിയുണ്ട്. കാരണം ഒരേ ജാതിയാണെങ്കിലും അതിലൊരല്പം മുന്തിയതാണ് ഞാനെന്ന് മറ്റേയാളെ ധരിപ്പിക്കാനൊരു ശ്രമം. അതിലും മുന്തിയതാണ് ഞങ്ങൾ അങ്ങനെയൊന്നും പോകണ്ടെന്ന് മറ്റേ ആളിൻ്റെ ഭാവം. ഇങ്ങനെ രാഗവും ദ്വേഷവും കലർന്ന ബന്ധങ്ങളാണിതെല്ലാം. അതിനാണ് ഈ ചില ആളുകൾ ചില പ്രത്യേക ആഹാരങ്ങൾ ജാതീയമായുണ്ടെങ്കിൽ, ചില പ്രത്യേക വിഭവങ്ങൾ ജാതീയമായുണ്ടെങ്കിൽ അതൊക്കെ ഗുരുവോ മഹാപുരുഷനോ സന്യാസിയോ ഒക്കെ ആയി വരുന്നവരുടെ കൂടെ പതുക്കെ നടക്കുമ്പോൾ കുറേശ്ശെ കൊടുത്തിട്ട് അതിലെ താല്പര്യം എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് അതാണ് ജാതി എന്ന് അത്യാഹരിച്ച്. മനസ്സിലായില്ല? എടാ ഞാനാ കൊടുത്തപ്പോഴുണ്ടല്ലോ ആ ഒരു സ്ഥാനത്ത് അന്ന് എനിക്ക് ബോധ്യമായിടാ ഇന്നതാണ് ജാതി എന്ന്. മനസ്സിലായില്ല? ഇങ്ങനെയൊക്കെയാണിത് പോകുന്നത്. അപ്പം ഈ വ്യവഹാരങ്ങളൊക്കെ പശുവിനുള്ളതാണ്. സർവാൻ അവിശേഷേണ പശ്യതി ഇതി പശു. പശുസമാനരായി വ്യവഹരിക്കുന്ന സകല ജീവികളുടെയും മനസ് വൃത്തികളാൽ, തൃഷ്ണയാൽ വട്ടക്കയറിട്ട് ബന്ധിച്ച് നിർത്തിയ പോലെയാകുന്നു ബന്ധപാശം. പശുപാശം. അതിനെന്ത് ചെയ്യണം? ഇത് മുറിക്കാൻ പശുപാശ വിമോചിനിയെ പിടിക്കണം. ഒരുവളുണ്ട് ഈ തൃഷ്ണയെ അറക്കുന്നവൾ. അവളെ മുറുക്ക പിടിക്കണം. മൂലാധാരൈക നിലയായ അവൾ മെല്ലെ ഉണർന്നു വന്നാൽ മോള് വരെ ബന്ധം പിടിപ്പിക്കുന്ന ഗ്രന്ഥികൾ, ബ്രഹ്മഗ്രന്ഥിയും രുദ്രഗ്രന്ഥിയും വിഷ്ണുഗ്രന്ഥിയും ഒക്കെയാകുന്ന ഗ്രന്ഥികളൊക്കെ അവൾ അറത്തങ്ങ് വിടുമ്പോൾ ഈ ചങ്ങല പൊട്ടി ആനന്ദ നൃത്തമാടുന്ന
താഴെ ബന്ധിച്ചു നിർത്തിയ ശക്തിയും മുകളിൽ സമാധിസ്ഥനായിരിക്കുന്ന ഭൈരവനും ബന്ധങ്ങളറുക്കുന്ന വേളയിൽ ഒന്നുചേരുമ്പോൾ പുറത്തുള്ള ഒന്നും ചേർക്കണ്ടാത്ത ബന്ധങ്ങളില്ലാത്ത ലോകങ്ങളിൽ ആനന്ദ നൃത്തം ഉണ്ടാവും. ഈ അകത്തെ ആനന്ദ നൃത്തം കാണാത്തത് കൊണ്ടാണ് പുറത്തെ നൃത്തത്തിനൊക്കെ വലിയ പ്രാധാന്യം വരുന്നത്. അതുകൊണ്ട് ഇതാണ് അതിൻ്റെ വഴി. കേൾക്കുമ്പോൾ ആയാൽ കൊള്ളാമെന്നൊക്കെ തോന്നും അല്ലേ? കേട്ട് കഴിഞ്ഞങ്ങ് മാറുമ്പോഴേക്ക് ചങ്ങല മുറുകും. അതാണ് ചങ്ങലയിൽ കിടന്ന് ചങ്ങലയില്ല എന്ന പോലെ തോന്നുമ്പോൾ കിട്ടുന്ന ഒരു സുഖമാണ് ഈ കേൾക്കുമ്പോൾ കിട്ടുന്ന സുഖം. മനസ്സിലായില്ല? ചങ്ങലയിൽ കിടന്ന് ചങ്ങലയില്ല എന്ന് വിചാരിക്കുന്ന ഒരു മാത്രയിൽ കിട്ടുന്ന സുഖം ഇത്രയ്ക്കാണെങ്കിൽ ചങ്ങല ഇല്ലാതാകുമ്പോൾ ഉള്ള സുഖം എത്രയ്ക്കായിരിക്കും? പക്ഷെ സ്വയം കെട്ടിയ ചങ്ങലയായതുകൊണ്ട് മുറിയാനും പ്രയാസം. കുരുക്കുന്നത് വരെ സ്വയം ഉള്ളൂ. കുരുങ്ങിക്കഴിഞ്ഞാൽ തനിക്ക് തന്നെ അഴിക്കാനും പറ്റുകയില്ല. അതാണ് ഇതിൻ്റെ ഗതികേട്. ഈ ഡെസ്കോ ബെഞ്ചോ സ്റ്റൂളോ കസേരയോ ഇടും, എന്നിട്ട് അതേ കയറും. മനസ്സിലായില്ല? എന്നിട്ട് കുരുക്കും കഴുത്തേൽ. കുരുക്കിയിട്ട് കുരുങ്ങുമ്പോഴേക്ക് ഈ കസേര മറിയും. മനസ്സിലായില്ല? മറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ അവിടെ കിടന്ന് വെപ്രാളം കണ്ടിട്ട് കാര്യമില്ല. കുരുങ്ങുന്നതിന് മുമ്പ് ആലോചിക്കണം. പിടിയിട്ടില്ല. ജീവൻ പോകുന്നതിന് മുമ്പ് ആരെങ്കിലും വന്നാൽ ഈ ചങ്ങല ഇറക്കാം. എത്തിയില്ലെങ്കിൽ ഇതിൽ കിടക്കാം. അതുകൊണ്ട് തൃഷ്ണയിൽ തൂങ്ങി മരിച്ച മനുഷ്യർ ശരിയല്ല. തൃഷ്ണയാകുന്ന കുരിശിൽ തറയ്ക്കപ്പെട്ട ആധുനിക മാനവൻ തൃഷ്ണയിൽ നിന്ന് മോചനം നേടുമ്പോൾ ഉയർത്തെഴുന്നേൽക്കും. മാനവരൂപിയായി സകല തൃഷ്ണകളാലും മുൾമുടിയും ചൂടി ആണിയും തറയ്ക്കപ്പെട്ട് തൻ്റെ ഏകാന്തതയുടെ ധ്യാനാത്മകതയിലേക്ക് തള്ളപ്പെട്ട് സകല തൃഷ്ണകളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വരുന്ന മർത്യൻ ഇന്നലെ അടക്കിയിരിക്കുകയാണ്. ജാഗ്രത് സ്വപ്ന സുഷുപ്തികളാകുന്ന ബന്ധങ്ങൾ അപഗ്രഥിക്കപ്പെട്ട് ധ്യാനാത്മകതയിൽ നിന്ന് ഉയർന്നു വരുമ്പോൾ റിസറക്റ്റഡ് ആസ് ദ സൺ ഓഫ് ഗോഡ് നിങ്ങൾക്കും ആകാം. അതുകൊണ്ട് തറച്ചു നോക്ക്. റിസറക്ഷൻ നടന്നില്ലെങ്കിൽ ജന്മം പാഴാണ്. അത് നല്ലപോലെ ആലോചിക്കുക. ഇന്ന് നമുക്ക് നിർത്താം. ബാക്കി അടുത്ത ക്ലാസ്. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയത്. ഹരി ഓം.
സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ഹരി ഓം.